Good morning, dear ones. I hope everyone is in happy mood. How long have we seen each other in a classroom? I miss everyone a lot. Do you remember what we learned in the last class? We started a new chapter in the last class and learned a few things. In the chapter on Internet HTML, we have learned about the syntax of HTML language and then about tags. Today class is about some new things. First one is type of tags. Tags are two types. First one, paired tags. A tag is said to be a paired tag if the text is placed between a tag and its companion tag. In paired tags, the first tag is referred to as opening tag and the second tag is referred to as closing tag. അതായത് രണ്ട് ടൈപ്സ് ടാഗാണുള്ളത്. അതിൽ ഒന്നാമത്തെ ടാഗാണ് പെയർഡ് ടാഗ്സ്. അതായത് രണ്ട് ടാഗുകൾക്കിടയിൽ സിറ്റ് ചെയ്യുന്ന ടെക്സ്റ്റാണ് ഉള്ളതെങ്കിൽ ആ രണ്ട് ടാഗ് ഏതൊക്കെയായിരിക്കും? ഫസ്റ്റ് ടാഗും അതിൻ്റെ കമ്പാനിയൻ ടാഗും. അതാണ് പെയർഡ് ടാഗ്. ഉദ്ദേശിക്കുന്നത് ഓപ്പണിംഗ് ടാഗിനെയും ക്ലോസിംഗ് ടാഗിനെയുമാണ്. എക്സാമ്പിൾ കണ്ടോ, ഇവിടെ ഹെഡിങ് ഓഫ് ദ ഡോക്യുമെൻ്റ് എന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്നത് രണ്ട് ടാഗുകൾക്കിടയിലാണ് അല്ലേ? ആ ടാഗുകൾ ഏതൊക്കെയാണ്? ഒരു ഓപ്പണിംഗ് ടാഗും ഒരു ക്ലോസിംഗ് ടാഗും. അതുകൊണ്ടാണ് ഇതിനെ പെയ്ഡ് ടാഗ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ടാഗ് ഏതാണ് നമുക്ക് നോക്കാം. സെക്കൻഡ് വൺ ഈസ് അൺപെയ്ഡ് ടാഗ്സ്. ആൻ അൺപെയ്ഡ് ടാഗ് ഡസ് നോട്ട് ഹാവ് എ കമ്പാനിയൻ ടാഗ്. അൺപെയ്ഡ് ടാഗ്സ് ആർ ഓൾസോ നോൺ ആസ് സിംഗുലാർ ഓർ സ്റ്റാൻഡ് അലോൺ ടാഗ്സ്. അതായത് ഇവിടെ പെയറായിട്ടുള്ള ടാഗ് കാണില്ല. ടാഗ് ഓപ്പൺ ചെയ്യാം, ബട്ട് ഡു നോട്ട് ഹാവ് ടു ബി ക്ലോസ്ഡ്. ദേ ആർ സ്റ്റാൻഡ് അലോൺ. എക്സാമ്പിൾ കണ്ടോ, ബി ആർ ടാഗും എച്ച് ആർ ടാഗും. ബി ആർ ടാഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ക്ലോസ് ചെയ്തതായി കാണിച്ചിട്ടില്ല. എച്ച് ആർ ടാഗും അതുപോലെ തന്നെ. അവർ പെയറായിട്ട് സിറ്റുവേറ്റ് ചെയ്തില്ല. അതായത് ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗാണ് നമ്മൾ പെയർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് ഓപ്പണിംഗ് ടാഗ് മാത്രമേ ഉള്ളൂ. സോ ഇതുകൊണ്ടാണ് ഇതിനെ അൺപെയ്ഡ് ടാഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് സം ബേസിക് HTML ടാഗ്സ്. The basic HTML tags are follows. First one, HTML. This tag is used to indicate the starting of an HTML document. The HTML document should start and end with this tag. HTML ഡോക്യുമെൻറ്റിൻ്റെ തുടക്കത്തെ, അതായത് സ്റ്റാർട്ടിങ്ങിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് നമ്മൾ HTML ടാഗ് യൂസ് ചെയ്യുന്നത്. മാത്രമല്ല HTML ഡോക്യുമെൻ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും ഈ ടാഗ് വഴിയാണ്. നെക്സ്റ്റ് ഈസ് head. This tag is used to indicate the header section of the HTML document. ഹെഡിങ്ങിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ഈ ടാഗ് യൂസ് ചെയ്യുന്നത്. It includes two tags, title and meta. Let us look at each in detail. First one is title. This indicates the title of the HTML page. The title written within this tag is displayed on the left corner of the browser. HTML പേജിൻ്റെ ടൈറ്റിലിനെയാണ് ഈ ടാഗ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ ടാഗിൽ കൊടുക്കുന്ന ടൈറ്റിൽ ലെഫ്റ്റ് കോർണറിൽ ഡിസ്പ്ലേ ആകും. ഓക്കെ, നെക്സ്റ്റ് ടാഗ് ഏതാണ്? മെറ്റ. ദിസ് ടാഗ് ഈസ് യൂസ്ഡ് ബൈ ദി ഓതർ ഓഫ് ദി HTML പേജ് ടു റെക്കോർഡ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ദി പേജ്. There can be one or more meta tags. The two common attributes of this tag are name and content. HTML പേജിൻ്റെ ഡെവലപ്പറിന് അല്ലെങ്കിൽ ഓതറിന് എന്തെങ്കിലും ഇൻഫർമേഷൻ പേജുമായി റിലേറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണമെങ്കിൽ ഈ ടാഗ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഈസ് ബോഡി ടാഗ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദി ആക്ച്വൽ കണ്ടന്റ് ഓഫ് ദി ഡോക്യുമെൻറ്റ്. എവറിത്തിങ് ഈസ് ഡിസ്പ്ലേഡ് ഇൻസൈഡ് ദി ബ്രൗസർ വിൻഡോ. നമ്മൾ ബോഡി ടാഗിൽ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അതാണ് നമ്മുടെ കണ്ടന്റ്. അതായിരിക്കും നമ്മുടെ ബ്രൗസറിൻ്റെ വിൻഡോസിൽ ഡിസ്പ്ലേ ആകുന്നത്. ദ ബോഡി ടാഗ് കണ്ടെയ്ൻസ് മെനി ആട്രിബ്യൂട്ട്സ്. അതായത് പല മോഡിഫിക്കേഷൻ സിസ്റ്റം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സം ഓഫ് ദം ആർ BG color, link, top margin, left margin, background and text.
നമുക്ക് ആട്രിബ്യൂട്ട്സ് ഓഫ് ബോഡി ടാഗ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. Attributes of body tag. Following are some of the attributes of body tag. First one, background. When we want to put an image as our background, we can use this attribute. We can also link to an image from another site by giving the entire URL. നമുക്കൊരു ഇമേജ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സെറ്റ് ചെയ്യണം. അതിനുള്ള കോഡാണ് ഈ മുകളിൽ കൊടുത്തിരിക്കുന്നത്. ആ കോഡിനെ ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മുടെ HTML ടാഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ക്ലോസ് ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മൾ ടൈറ്റിലായിട്ട് എന്താ കൊടുത്തിരിക്കുന്നത്? ഹലോ. കണ്ടോ? ടൈറ്റിൽ ബിറ്റ്വീൻ ഓപ്പൺ ആൻഡ് ക്ലോസ് ടാഗിൽ ടൈറ്റിൽ ശ്രദ്ധിച്ചോ? എന്താണ്? ഹലോ. ഇത് എവിടെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്? ഹലോ ശ്രദ്ധിച്ചേ. താഴെ കൊടുത്തിരിക്കുന്ന ഇമേജിൻ്റെ ലെഫ്റ്റ് കോർണർ ടോപ്പിൽ കണ്ടോ ഹലോ എന്ന് വന്നിരിക്കുന്നത്? ഓക്കെ. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? ബോഡി ബാക്ക്ഗ്രൗണ്ട് ഈസ് ഈക്വൽ ടു ഒരു ലിങ്ക് കൊടുത്തിരിക്കുന്നത് കണ്ടോ? ഈ ഇമേജിൻ്റെ ലിങ്കാണത്. അതിനുശേഷം ബോഡി ക്ലോസ് ചെയ്തിട്ടുണ്ട് കണ്ടോ? അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നത്? ആ ഇമേജ് ഡിസ്പ്ലേ ആകും. ക്ലിയർ അല്ലേ മക്കളെ? നെക്സ്റ്റ് ഈസ് BG color. BG stands for background and the BG color means background color. This attribute is used to change the background color of a web page in the browser window. We can mention the hexa color code or the color name. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇമേജ് അല്ല ഒരു കളർ വേണം സെറ്റ് ചെയ്യാൻ. എങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ഒന്നെങ്കിൽ കളറിൻ്റെ നെയിമോ അല്ലെങ്കിൽ ഹെക്സ കളർ കോഡോ മെൻഷൻ ചെയ്യണം. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. മക്കളെ, ഈ കാണിച്ചിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കോഡും റൈറ്റ് സൈഡിലുള്ളത് ഔട്ട്പുട്ടുമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ HTML വെബ് പേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ HTML ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഹെഡിൽ നമ്മൾ ടൈറ്റിലിന് കൊടുത്തിരിക്കുന്ന ഹലോ എന്നാണ്. ശ്രദ്ധിച്ചോ? ടൈറ്റിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്, ശേഷം ഹെഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ബോഡി ടാഗ് ഓപ്പൺ ചെയ്ത് നമ്മൾ BG കളർ എന്തെന്നാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്? ഗ്രീൻ എന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ബോഡി കണ്ടൻറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ലെറ്റ് us ലേൺ ടു ക്രിയേറ്റ് എ വെബ് പേജ് എന്നാണ്. അതിനുശേഷം നമ്മുടെ ബോഡി ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നതാണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. നമ്മൾ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത് ഹലോ എന്നല്ലേ? ഹലോ എന്ന് ലെഫ്റ്റ് കോർണറിൽ അപ്പിയർ ആയിട്ടുണ്ട് ടോപ്പിൽ. ശ്രദ്ധിച്ചു എല്ലാവരും? അതിനുശേഷം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്താണ്? ഗ്രീൻ. അതും ഓൾറെഡി സെറ്റായി കഴിഞ്ഞു. ഇനി നമ്മുടെ കണ്ടൻറ്റ് എന്താണ്? ബോഡി കണ്ടൻറ്റ് ലെറ്റ് us ലേൺ ടു ക്രിയേറ്റ് എ വെബ് പേജ്. അതവിടെ ടൈപ്പ് ആയിട്ടുണ്ട്. മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് ടെക്സ്റ്റ്. This attribute is used for changing the color of the text displayed on the web page. We can mention the hexa color code or the color name. നമുക്ക് ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തേതുപോലെ തന്നെ നമുക്കൊന്നെങ്കിൽ കളർ ഏതാണെന്ന് മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഹെക്സ കളർ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നോക്കാം. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ കോഡ് നേരത്തേതുപോലെ തന്നെ കാണിച്ചിട്ടുണ്ട്. ടൈറ്റിൽ സെയിം തന്നെ ഹലോ എന്നാണ്. നമ്മുടെ ബോഡി BG കളറ് ടെക്സ്റ്റിൻ്റെ റെഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കളറ് നേരത്തേതുപോലെ തന്നെ ഗ്രീൻ്റെ കോഡാണ് അവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ശ്രദ്ധിച്ചോ? ബോഡി BG കളർ ഈസ് ഈക്വൽ ടു #33FF33 എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് കളർ, അതായത് ഗ്രീനിൻ്റെ കോഡാണ്, ഹെക്സ കോഡാണ്. ടെക്സ്റ്റിൻ്റെ കളർ നമ്മൾ റെഡ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, കണ്ടൻ്റായിട്ട് കൊടുത്തിരിക്കുന്നത് ലെറ്റ് us ലേൺ ടു ക്രിയേറ്റ് എ വെബ് പേജും തന്നെയാണ്. ശേഷം ബോഡി ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഹെഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്, HTMLും ക്ലോസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓപ്പൺ ചെയ്തല്ല, ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. നോക്കിയേ, നമുക്ക് ആവശ്യമുള്ളത് എന്തായിരുന്നു? ഹലോ എന്ന ടൈറ്റിലിൽ ഗ്രീൻ കളർ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്നത്, പിന്നെ ഒരു ടെക്സ്റ്റ് കളറ് റെഡായിട്ട് വരുന്നതാണ് അല്ലേ? അങ്ങനെ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഔട്ട്പുട്ട്. ഓക്കെ. Next one is paragraph tag. HTML provides us with a tag called P, which is used to create a new paragraph in a web page. HTML automatically adds an extra blank line before and after a paragraph. വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. ഒരു പുതിയ പാരഗ്രാഫ് തുടങ്ങണമെങ്കിൽ നമ്മൾ പാരഗ്രാഫ് ടാഗ് യൂസ് ചെയ്യുന്നു. അതുമാത്രമല്ല, പാരഗ്രാഫിന് മുമ്പും ശേഷവും ഒരു ബ്ലാങ്ക് ലൈനും കൂടി ആഡ് ആകും. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നോക്കി, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നേരത്തെ പോലെ തന്നെ നമ്മുടെ കോഡാണ് ഡിസ്പ്ലേ ആയിരിക്കുന്നത്.
നമ്മളിവിടെ ടൈറ്റിലൊന്നും കൊടുത്തിട്ടില്ല അല്ലേ. പിന്നെ ബോഡിയിൽ നമ്മൾ ഒരു പാരഗ്രാഫ് കൊടുത്തിരിക്കുന്നത് ദിസ് ഈസ് എ പാരഗ്രാഫ് എന്നാണ്. കണ്ടോ, അതായത് നമ്മുടെ ഒരു പി എന്ന് പറയുന്ന ടാഗ്, പാരഗ്രാഫ് ടാഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, പാരഗ്രാഫ് ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതിനിടയ്ക്കാണ് നമ്മൾ ദിസ് ഈസ് എ പാരഗ്രാഫ് എന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അതിനർത്ഥം ഇതൊരു പെയ്ഡ് ടാഗാണ്. അതിനുശേഷം നമുക്ക് മറ്റൊരു കാര്യം അടുത്ത പാരഗ്രാഫായിട്ട് വേണ്ടത് ദിസ് ഈസ് അനദർ പാരഗ്രാഫാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വീണ്ടും അതുപോലെ തന്നെ പാരഗ്രാഫ് പി ഓപ്പൺ ചെയ്യുക, പി ക്ലോസ് ചെയ്യുക. അതായത് ഏതൊക്കെയാണോ നമുക്ക് പാരഗ്രാഫ് വേണ്ടത് അവിടെ നമ്മൾ പാരഗ്രാഫ് ടാഗ് ഓപ്പൺ ചെയ്ത് അത് ക്ലോസ് ചെയ്യുക. ഇത്രയും മതി. ഓക്കെ, നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. കണ്ടോ, ഇവിടെ ദിസ് ഈസ് എ പാരഗ്രാഫ് എന്നതും ഒരു പാരഗ്രാഫാണ്. അതിൻ്റെ നെക്സ്റ്റ് ദിസ് ഈസ് അനദർ പാരഗ്രാഫ്, അത് അടുത്ത പാരഗ്രാഫാണ്. സോ അതിനിടയ്ക്ക് ഒരു ബ്ലാങ്ക് ലൈനും വന്നിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? നെക്സ്റ്റ് വൺ ഈസ് ലൈൻ ബ്രേക്ക് ടാഗ്. When we want to move to the next line while adding text in a document, we use the enter key. In HTML programming, we can break the line by using BR tag. പറഞ്ഞ് ശ്രദ്ധിച്ചോ? സാധാരണ നമ്മൾ നെക്സ്റ്റ് ലൈനിലേക്ക് പോകാൻ എൻ്റർ കീ ആണ് പ്രസ് ചെയ്യുന്നത് അല്ലേ. ഇവിടെ പക്ഷേ അതിന് പകരം നമ്മൾ ഏത് ടാഗാണ് യൂസ് ചെയ്യുന്നത്? യെസ്, BR ടാഗ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. For example, we want to type the address of a Mr. ABC like this: Mr. ABC, AR40, Street 4, New York, USA. സോ നമുക്ക് ഈ അഡ്രസ് ഡീറ്റെയിൽസ് ലൈൻ ബൈ ലൈനായിട്ട് വരണം അല്ലേ. സോ ഇവിടെ ടൈറ്റിലൊന്നും കൊടുത്തിട്ടില്ല. നമ്മുടെ ബോഡിയിൽ മിസ്റ്റർ ABC, അതിനുശേഷം BR ടാഗ് യൂസ് ചെയ്ത് നമ്മൾ ഓരോന്നും ലൈൻ ബൈ ലൈനായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. കണ്ടോ, ഓരോന്നിന് ശേഷം നമുക്ക് ഏതാണോ നെക്സ്റ്റ് ലൈനിലോട്ട് പോകുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? BR ടാഗ് യൂസ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത് കണ്ടോ. നമ്മൾ എവിടെയൊക്കെയാണോ BR ടാഗ് യൂസ് ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് നമുക്ക് ലൈൻ ബൈ ലൈനായിട്ടാണ് ഈ അഡ്രസ് ഡീറ്റെയിൽസ് കിട്ടിയിരിക്കുന്നത്. പാരഗ്രാഫ് ടാഗും BR ടാഗും തമ്മിൽ കൺഫ്യൂസ്ഡ് ആയി പോകരുത്. പാരഗ്രാഫ് ടാഗ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു പെയ്ഡ് ടാഗ്സ് ആണല്ലേ. ഇത് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തതിൻ്റെ മോഡിലല്ല കിടക്കുന്നത് അല്ലേ. സോ ഇത് ഒരു സ്റ്റാൻഡ് ലോൺ ടാഗ്, അതായത് അൺപെയ്ഡ് ടാഗാണ് BR ടാഗ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഈസ് ബോൾഡ് ടാഗ്. If we want to highlight a word or a sentence, this tag can be used. Using the bold formatting technique in HTML, we can bold the text by using the tag B. Okay. സാധാരണ ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനാണ് നമ്മൾ ബോൾഡ് യൂസ് ചെയ്യുന്നത് അല്ലേ. നമുക്ക് കോഡ് നോക്കാം. കുറച്ച് ബുദ്ധിമുട്ടാണ് തോന്നുന്നു വായിക്കാൻ, ഇച്ചിരി ബ്ലർ ഉണ്ട്. സോ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ഞാൻ ഒന്ന് വായിച്ചു തരാം. ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന കോഡാണ്. ആ കോഡിൻ്റെ അകത്ത് ടൈറ്റിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. നമുക്ക് ബോൾഡ് ആക്കണം അല്ലേ, ദാറ്റ്സ് അവർ എയിം. സോ നമ്മൾ ബോൾഡ് ആക്കുന്ന ഏതാണ് നമുക്ക് ബോൾഡ് ആക്കേണ്ടത് അതെന്ത് ചെയ്യുക? പെയ്ഡ് ടാഗായിട്ട് അതിൽ ഉൾപ്പെടുത്തുക. ബിക്കോസ് അതായത് നമുക്ക് ദിസ് ടെക്സ്റ്റ് ഈസ് നോർമൽ, അത് നമുക്ക് ബോൾഡ് ആക്കണ്ട. നമുക്ക് ഏതാണ് ബോൾഡ് ആക്കേണ്ടത്? ദിസ് ടെക്സ്റ്റ് ഈസ് ബോൾഡ് എന്നൊരു കണ്ടൻറ്റാണ് നമുക്ക് ബോൾഡ് ആക്കേണ്ടത്. സോ അതെന്ത് ചെയ്യുക? അവിടെ ബോൾഡിൻ്റെ ടാഗ് ഓപ്പൺ ചെയ്യുക, ബോൾഡിൻ്റെ ടാഗ് ക്ലോസ് ചെയ്യുക. സോ ആ ടാഗ് മാത്രം നമുക്ക് ബോൾഡിൽ കിട്ടും. നോക്കിയേ, റൈറ്റ് സൈഡിൽ എൻ്റെ ഔട്ട്പുട്ട് കാണിച്ചിട്ടുണ്ട്. ദിസ് ടെക്സ്റ്റ് ഈസ് നോർമൽ, അത് ബോൾഡാക്കി കാണിക്കുന്നില്ല അല്ലേ. നമുക്ക് ബോൾഡാക്കി കാണിക്കേണ്ടത് ബോൾഡ് ടാഗ് യൂസ് ചെയ്ത സെൻറ്റൻസ് ആണ്. ദോ ദിസ് ടെക്സ്റ്റ് ഈസ് ബോൾഡ് എന്നത് കുറച്ച് ഹൈലൈറ്റ് ചെയ്താണ് കാണുന്നത്. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. ഓക്കെ, ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇറ്റാലിക് ടാഗ്. Anything written within the italic tag will be displayed in italics. The syntax for italic tag is I. നോക്കിയേ, ഇവിടെ കോഡ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ക്ലിയർ ആയി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. സോ നമുക്ക് ഏത് ടെക്സ്റ്റാണോ നമുക്ക് ഇറ്റാലിക്സിൽ ചെയ്യേണ്ടത്, ആ ഇറ്റാലിക്സിന് ആ സെൻറ്റൻസിൻ്റെ മുമ്പിലും രണ്ട് സൈഡിലും, അതായത് ബിറ്റ്വീനായിട്ട്, ഒന്നുകൂടെ പറയാം, നമുക്ക് ഏത് സെൻറ്റൻസിനാണോ ഇറ്റാലിക്സ് ചെയ്യേണ്ടത് അതെന്ത് ചെയ്യുക? അവിടെ നമ്മൾ ഇറ്റാലിക്സ് ടാഗ് യൂസ് ചെയ്താൽ മതി. ഇവിടെ ദിസ് ടെക്സ്റ്റ് ഈസ് നോർമൽ,
അത് സാധാ രീതിയിലാണ് നമ്മൾ റൈറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. സോ നെക്സ്റ്റ് ആണ് നമുക്ക് ഇറ്റാലിക്സിൽ വേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ ഇറ്റാലിക്സ് ടാഗ് ഐ എന്ന ടാഗ് ഓപ്പൺ ചെയ്യുക, പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക, ശേഷം എന്ത് ചെയ്യുക, ഐ എന്ന ടാഗ് ക്ലോസ് ചെയ്യുക. സോ നമ്മുടെ ഔട്ട്പുട്ട് എങ്ങനെ കിട്ടിയിരിക്കുന്നത്, ദിസ് ടെക്സ്റ്റ് ഈസ് ഇറ്റാലിക്സ്ഡ് എന്ന ഇറ്റാലിക് സ്റ്റൈലിലാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് അണ്ടർലൈൻ ടാഗ്. Anything written within the underline tag will be underlined. The syntax for the underline tag is U. അതായത് നമുക്ക് ഏതെങ്കിലും കാര്യം അണ്ടർലൈൻ ചെയ്യണമെങ്കിലാണ് നമ്മൾ ഈ ടാഗ് യൂസ് ചെയ്യുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. സോ ഇവിടെ കോഡ് ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ടൈറ്റിലൊന്നും കൊടുക്കുന്നില്ല. നമുക്ക് ഏതിനാണോ അണ്ടർലൈൻ ചെയ്യേണ്ടത്, സോ ആ സെൻറ്റൻസിന് നമ്മൾ ടാഗ് കൊടുത്താലും മതി. നോക്കിയേ, ഇവിടെ ദിസ് ടെക്സ്റ്റ് ഈസ് നോർമൽ. അതിന് ശേഷം നെക്സ്റ്റ് ലൈനിലോട്ട് പോകാൻ വേണ്ടി നമ്മൾ BR ടാഗ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നതിൻ്റെ അകത്ത് നമ്മൾ അണ്ടർലൈൻ ടാഗ് യൂസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ അതൊരു പെയ്ഡ് ടാഗാണ്. ദിസ് ടെക്സ്റ്റ് ഈസ് അണ്ടർലൈൻഡ്. നമ്മൾ ആ അണ്ടർലൈൻ ടാഗിൻ്റെ ഉള്ളിലാണ് അത് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ടെക്സ്റ്റ് എന്ത് ചെയ്യും, അണ്ടർലൈൻ ചെയ്യപ്പെടും. ഓക്കെ, അതിനുശേഷം ബോഡി ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്, HTML ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നോക്കി, പെയ്ഡ് ടാഗ്സ് അൺപെയ്ഡ് ടാഗ്സ് ക്ലോസ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് BR ടാഗ് അവിടെ ക്ലോസ് ചെയ്യാഞ്ഞത്. ക്ലിയർ അല്ലേ? നിങ്ങൾ തന്നെ ഇനി ഓരോ കോഡ് പഠിപ്പിക്കുമ്പോഴും നോക്കണം കേട്ടോ, ഏതൊക്കെ ടാഗാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ ടാഗാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. എന്നാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ പെയ്ഡ് ടാഗ്സും അൺപെയ്ഡ് ടാഗ്സൊക്കെ. ഓക്കെ, next is superscript tag. This tag is used to write the content in the superscript. The syntax for this tag is SUP. The text is displayed above the other characters. അതായത് സൂപ്പർസ്ക്രിപ്റ്റിൽ ടെക്സ്റ്റ് എഴുതാനാണ് നമ്മൾ ഈ ടാഗ് യൂസ് ചെയ്യുന്നത്. അതായത് അല്പം മുകളിൽ എന്തെങ്കിലും ഇൻഡിക്കേറ്റ് ചെയ്യാം. എക്സാമ്പിൾ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാകും. ഇതാ ഇവിടെ കോഡ് കാണിച്ചിരിക്കുന്നത് കണ്ടോ. ബോഡി നോക്കാം കേട്ടോ. ബോഡി ടാഗിൻ്റെ അകത്ത് ദിസ് ടെക്സ്റ്റ് ഈസ് നോർമൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് ലൈനിലോട്ട് പോകാൻ വേണ്ടി BR ടാഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ദിസ് ടെക്സ്റ്റ് ഈസ് അവിടെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, നമ്മുടെ സൂപ്പർസ്ക്രിപ്റ്റ് ടാഗ് ഓപ്പൺ ചെയ്തിരിക്കുന്നു. അതിനുശേഷം സൂപ്പർസ്ക്രിപ്റ്റ് എന്ന് റൈറ്റ് ചെയ്തിരിക്കുന്നു. ശേഷം സൂപ്പർസ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്തിരിക്കുന്നു. അതായത് ആ സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന വാക്കാണ് നമുക്ക് അല്പം മുകളിലായി ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതായത് ദിസ് ടെക്സ്റ്റ് ഈസ്, അതിനുശേഷം വരുന്നതാണ് സൂപ്പർസ്ക്രിപ്റ്റ്. അതാണ് അല്പം മുകളിലായിട്ട് കാണുന്നത്. അപ്പം ഏത് ടെക്സ്റ്റാണോ മുകളിലായിട്ട് കാണേണ്ടത് ആ ടെക്സ്റ്റിന് മാത്രം എന്ത് ചെയ്യുക, സൂപ്പർസ്ക്രിപ്റ്റ് ടാഗ് ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പോൾ ദിസ് ടെക്സ്റ്റ് ഈസ് നോർമൽ, അതിന് നമ്മൾ സൂപ്പർസ്ക്രിപ്റ്റ് ടാഗ് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് അങ്ങനെ വരത്തില്ല. നമ്മൾ നെക്സ്റ്റ് ആണ് സൂപ്പർസ്ക്രിപ്റ്റ് ടാഗ് ആഡ് ചെയ്തിരിക്കുന്നത്. ഏതാണ്, ദിസ് ടെക്സ്റ്റ് ഈസ്, എന്നിട്ട് ആ സൂപ്പർസ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നുണ്ട് അല്പം മുകളിലായിട്ട്. അങ്ങനെ നമുക്ക് എഴുതണമെങ്കിലാണ് നമ്മൾ ഈ കോഡും അതുമാത്രമല്ല ഈ ടാഗും യൂസ് ചെയ്യുന്നത്. SUP സൂപ്പർസ്ക്രിപ്റ്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, മറന്നു പോകല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് ടാഗ് ഏതാണെന്ന് നോക്കാം. സബ്സ്ക്രിപ്റ്റ് ടാഗ്. This tag is used to write the content in subscript. The syntax for this tag is sub. The text is displayed beneath the other characters. സൂപ്പർസ്ക്രിപ്റ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും സത്യം പറഞ്ഞാൽ ഈ സബ്സ്ക്രിപ്റ്റ്. അതായത് ടെക്സ്റ്റിൻ്റെ താഴെ എന്തെങ്കിലും ഇൻഡിക്കേറ്റ് ചെയ്യണമെങ്കിലാണ് നമ്മൾ സബ്സ്ക്രിപ്റ്റ് ടാഗ് യൂസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ആണ് നമ്മുടെ കോഡ് ഡിസ്പ്ലേ ആയിരിക്കുന്നത്. നേരത്തതുപോലെ തന്നെ ബോഡിയിലോട്ട് നോക്കാം. ദിസ് ടെക്സ്റ്റ് ഈസ് നോർമൽ അല്ലേ. അതിനുശേഷം നമ്മൾ BR ടാഗ് യൂസ് ചെയ്ത് നമ്മൾ നെക്സ്റ്റ് ലൈനിലോട്ടാണ് ചെയ്യുന്നത്. ദിസ് ടെക്സ്റ്റ് ഈസ്, അതിനുശേഷം നമുക്ക് ഇനി വരുന്നതാണ് നമുക്ക് താഴെയായിട്ട് വരേണ്ടത്, അതായത് സബ്സ്ക്രിപ്റ്റ് എന്ന്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സബ്സ്ക്രിപ്റ്റിൻ്റെ എന്ത് ചെയ്യണം, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമ്മൾ സബ് എന്ന് പറഞ്ഞ ടാഗ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. സോ ഇപ്പോൾ സബ്സ്ക്രിപ്റ്റ് മാത്രം നമുക്ക് താഴെയായിട്ട് കാണപ്പെടും. വന്നിട്ട് ബാക്കി എല്ലാ ടാഗും ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. നോക്കിയേ, ദിസ് ടെക്സ്റ്റ് ഈസ് നോർമൽ, അത് കറക്റ്റായിട്ട് നോർമൽ ടെക്സ്റ്റ് ആണ്. ദിസ് ടെക്സ്റ്റ് ഈസ് സബ്സ്ക്രിപ്റ്റ് എന്ന് കണ്ടോ, ഔട്ട്പുട്ട് കുറച്ച് താഴെ, സബ്സ്ക്രിപ്റ്റ് എന്നത് താഴെയായിട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. അപ്പം അങ്ങനെ താഴെ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ബിന്നിത്തായിട്ട് എഴുതണമെങ്കിൽ നമ്മൾ സബ്സ്ക്രിപ്റ്റ് ടാഗാണ് ഓപ്പൺ ചെയ്യുക, ദാറ്റ് ഈസ് യൂസ് ചെയ്യുക.
പിന്നെ അതൊരു പെയർഡ് ടാഗാണ്. ഓക്കെ. The last one is heading tag. If we want to have different levels of heading on our web page, we need to use H tag. We can go up to 6 levels of headings. Syntax HY, text of heading, where Y is the number from 1 to 6 specifying the level of heading. അതായത് 6 ലെവൽ ഹെഡിങ് വരെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഫസ്റ്റ് ഹെഡിങ്ങിന് നമ്മൾ H1 എന്ന് സ്പെസിഫൈ ചെയ്യാം. അങ്ങനെ 6 ലെവൽസ് വരെ നമുക്ക് പോസിബിളാണ്. ഓക്കെ മക്കളെ, ഇത്രയും മനസ്സിലായോ? ടാഗ്സിനെ പറ്റിയൊരു ഇൻട്രൊഡക്ഷനാണ് ഇന്ന് തന്നത്. പല പല ടാഗ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണെന്ന് നമുക്കൊന്നുകൂടെ പറയാം. ഏതൊക്കെയായിരുന്നു നമ്മൾ ഫസ്റ്റ് പഠിച്ച ടാഗ്? യെസ്, HTML ടാഗ് പഠിച്ചു. HTML ടാഗിന് ശേഷം നമ്മൾ ടൈറ്റിൽ, മെറ്റ ടാഗും ടൈറ്റിലും ഡീറ്റെയിൽ ആയിട്ട് നോക്കി. പിന്നെ ആട്രിബ്യൂട്ട്സ് പറഞ്ഞപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളറ്, ബാക്ക്ഗ്രൗണ്ട് ഇമേജും, പിന്നെ ടെക്സ്റ്റ് തന്നെ ബോൾഡ് ആക്കുക, ഇറ്റാലിക്സ് ആക്കുക, ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യുക. പിന്നെ ലാസ്റ്റ് നമ്മൾ സൂപ്പർ സ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ് മോഡൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ പഠിച്ചു. ഓക്കെ, ഇത്രയും നന്നായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഇത് മിസ് സിസ്റ്റത്തിൽ ചെയ്ത് കാണിക്കുന്നതിന് പകരം തന്നെ ആയിട്ടാണ് നമ്മൾ ടെക്സ്റ്റിലുള്ളത് ഇൻക്ലൂഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. സിമ്പിളാണ്. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു ഓൾ.